ഞാൻ സംഗീത ശിവൻ. ഇന്ന് ഡ്രീം ഡ്രൈവിൽ ഞാനാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. എൻ്റെ വാഹന വിശേഷങ്ങളും കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കാം. എൻ്റെ വാഹന വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 18 വയസ്സാവാൻ നോക്കിയിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ലൈസൻസ് എടുക്കുന്നത് ഞാൻ അംബാസഡർ കാർ ഓടിച്ചിട്ടാണ്. ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. എന്നിട്ട് ഞാൻ ആദ്യം എടുത്ത വണ്ടി ഒരു സെക്കൻഡ് ഹാൻഡ് ലാൻസറാണ് എടുത്തത്. അപ്പോൾ അത് ഇച്ചിരി വലിയ വണ്ടിയൊക്കെ എനിക്ക് ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വണ്ടി ആദ്യം എടുത്ത് പഠിച്ചതുകൊണ്ട് അതിലോടിച്ചാണ് ഞാൻ എൻ്റെ ഡ്രൈവിംഗ് തെളിഞ്ഞത് എന്ന് പറയാം. അതിനുശേഷമാണ് ഞാൻ സ്വിഫ്റ്റ് കാർ എടുക്കുന്നത്. ഇപ്പം ഇതിലിങ്ങനെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ വണ്ടിയിലെ ലോങ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഹസ്ബൻഡും ഒക്കെ കൂടെ ഒരു ലോങ് ട്രിപ്പ് പോയത് ഊട്ടി, മൈസൂർ, ബാംഗ്ലൂരൊക്കെ പോയി, ഗൂഡല്ലൂർ പോയി. അപ്പോൾ പോയപ്പം ഇങ്ങനെ കാട്ടിൽ കൂടെയുള്ള യാത്ര. അപ്പം ഞാൻ കുഞ്ഞുവായിൽ വലിയ വർത്താനം പറയാമെന്ന് വിചാരിക്കരുത്, സത്യമായിട്ടും കണ്ട കാര്യമാണ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു വലിയ ആന, ഒരു ആന മാത്രമല്ല കുറേ ആന വന്നു. അപ്പോൾ ഒന്നും ഇങ്ങനെ പേടിച്ചു, വണ്ടിയൊക്കെ നിർത്തി. ഈ വണ്ടി അതൊക്കെ എനിക്ക് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു എക്സ്പീരിയൻസേ ഡ്രൈവിങ്ങിൽ അങ്ങനെ പറയാനായിട്ടുള്ളൂ. ഞാനല്ല ഡ്രൈവിങ് ചെയ്തതെങ്കിൽ കൂടി നമുക്ക് അടുത്തു കൂടെ ഇങ്ങനെ മൃഗങ്ങളൊക്കെ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായതൊക്കെ ഈ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്തപ്പോഴാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത്. എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വപ്നം കാണുന്നതിൽ ഇങ്ങനെ ലിമിറ്റേഷൻസ് ഒന്നുമില്ലല്ലോ. അത് കാരണം എനിക്ക് ജാഗ്വാർ ഭയങ്കര ഇഷ്ടമാണ്. ജാഗ്വാർ എന്ന് പറഞ്ഞൊരു വണ്ടിയുടെ ആ ഒരു എന്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജാഗ്വാർ ഓടിക്കണം, ജാഗ്വാർ വാങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. സ്വപ്നങ്ങൾ നമുക്കാവാമല്ലോ. പിന്നെ അതുപോലെ ഇപ്പം ഈ സ്വിഫ്റ്റിലിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആണ് ഈ വണ്ടിയോട്. ഞങ്ങൾ കല്യാണത്തിന് ശേഷമാണ് ഈ വണ്ടി എടുക്കുന്നത്. ഈ വണ്ടി ഞങ്ങളുടെ പഴയ വണ്ടി മാറ്റിയിട്ട് ഈ വണ്ടി എടുത്തിട്ട് ഞങ്ങളുടെ മൊത്തം യാത്രയും കംപ്ലീറ്റ് യാത്രകളും എല്ലാം ഈ വണ്ടിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയോട് എപ്പോഴും ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. പിന്നെ ഇപ്പോൾ മോനായി കഴിഞ്ഞിട്ടാണെങ്കിലും ഹസ്ബൻഡ് അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ യാത്രയിലായിരിക്കും. ഞാൻ മോനായിട്ടാണ് എല്ലായിടത്തും ട്രാവൽ ചെയ്ത് പോവാറ്. ഹസ്ബൻഡിൻ്റെ വീട് കടവന്ത്രയാണ്, എൻ്റെ വീട് കളമശ്ശേരിയാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കുമുള്ള യാത്ര മോനായിട്ട് പോകുന്നതും എല്ലാം കാറിലാണ്. അവന് കാറിൽ ഒരു അവൻ്റേതായിട്ടുള്ളൊരു സീറ്റൊക്കെ ഉണ്ട്. അപ്പം അവനുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എവിടെ പോയാലും അവനുണ്ടാവും കൂടെ. പിന്നെ ഷൂട്ടിന് പോകുമ്പോൾ മാത്രം അവനെ കൊണ്ടുപോകാറില്ല. കാരണം ഷൂട്ടിൻ്റെ സമയത്ത് അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം കൊണ്ടുപോകാറില്ല എന്നേ ഉള്ളൂ. അപ്പോൾ യാത്ര കംപ്ലീറ്റ് നമ്മുടെ ഈ കുഞ്ഞു വണ്ടിയിലാണ്. വണ്ടിയുടെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഷൂട്ടിന് പോയി തുടങ്ങിയപ്പോൾ ഉള്ള ഇതാണ്. ഷൂട്ടിന് പോകുമ്പം എപ്പോഴും എൻ്റെ വണ്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. കാരണം നമുക്ക് ഇപ്പം ഡ്രസ്സൊക്കെ ആണെങ്കിലും കൊണ്ടുപോകാനൊക്കെ കംഫർട്ടബിളായിട്ട് എപ്പോഴും നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു വണ്ടി ഉള്ളപ്പം നമുക്ക് എപ്പോഴും ഒരു സുഖമാണ് അല്ലേ, ഇങ്ങനെ ഡ്രസ്സ് ചുമന്നുകൊണ്ട് പോകണ്ട. അത് കാരണം വണ്ടി എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ കൂടുതലും എൻ്റെ സീരിയലിൻ്റെയൊക്കെ ഷൂട്ട് ട്രിവാൻഡ്രത്താണ് വരിക. അപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് ഡ്രൈവ് ചെയ്താണ് പോവാറ്. എനിക്ക് വണ്ടി കാർ ഓടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് ഓടിക്കാൻ പറ്റുമോ. എനിക്ക് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് ആയതുകൊണ്ട് വീട് എനിക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുമോ
എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു ഉള്ളിൽ ആദ്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാൻ കുഴപ്പമില്ല, പക്ഷേ എവിടെയെങ്കിലും കയറ്റി പാർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഉള്ള സിറ്റുവേഷനൊക്കെ ആലോചിച്ചിട്ട് വണ്ടി എടുക്കാനേ തോന്നിയിരുന്നില്ല ആദ്യമേ. പിന്നെ നേരത്തെ മുതൽ സ്കൂട്ടർ ഓടിക്കുമായിരുന്നു. കോളേജിലൊക്കെ പോകുമ്പോഴും സ്കൂട്ടർ ഓടിച്ചുകൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കാറ് ഓടിച്ച് എവിടെയെങ്കിലും പാർക്ക് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് ഓർത്തിട്ട് കാറ് എടുക്കാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡിനെ പരിചയപ്പെടുന്നത്. വിനു എന്നാണ് പേര്. അപ്പോൾ പുള്ളിയാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയത്, വണ്ടി ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എപ്പോഴും ഡ്രൈവിംഗ് പഠിക്കാനും ഡ്രൈവിംഗ് കണ്ടിന്യൂ ചെയ്യാനും ഇപ്പോഴും വണ്ടി ഓടിക്കുന്നതും ഒക്കെ പുള്ളിയുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ്. ഇപ്പം എനിക്ക് എൻ്റെ മോനായതിന് ശേഷം ഞാൻ ലോങ് ഡ്രൈവ് അങ്ങനെ ചെയ്യാറില്ല. കാരണം അവനെ കൂട്ടിയിട്ട് പോകുമ്പം അവനെപ്പോഴും എനിക്ക് ഡ്രൈവിങ്ങിന് എനിക്കൊരു കോൺസെൻട്രേഷൻ കിട്ടാറില്ല. അവൻ എൻ്റെ അടുത്തേക്ക് വരണം, സീറ്റിലിരിക്കണം, മടിയിലിരിക്കണം എന്നൊക്കെ പറഞ്ഞ് വാശിയായിരിക്കും. അപ്പോൾ ഇപ്പോൾ ലോങ് ഡ്രൈവ് പോകുമ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ആരെങ്കിലും ഡ്രൈവേഴ്സിനെ വിളിക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഹസ്ബൻഡും ഞാനും മോനും കൂടെയാണ് യാത്രയൊക്കെ ചെയ്യാറ്. മോനായതിന് ശേഷം എനിക്ക് ലോങ് ഡ്രൈവ് പോകാൻ ശരിക്കും വണ്ടി ഓടിക്കാൻ അത്ര ഇഷ്ടമല്ല. വണ്ടിയിലിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യാനാണ് കൂടുതലിഷ്ടം. ഹസ്ബൻഡ് നല്ലൊരു ഡ്രൈവറാണ്, പുള്ളി നന്നായിട്ട് ഓടിക്കും വണ്ടി. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ സുഖമായിട്ട് രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അമ്മ എപ്പോഴും ചീത്ത പറയും, ഞാൻ കിടന്ന് ഉറങ്ങരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിപ്പോവും. പുള്ളി ഇവിടെ എത്തുമ്പോഴായിരിക്കും ഞാൻ ചിലപ്പോൾ അറിയണേ ഇവിടെ എത്തിയെന്ന്. പിന്നെ ഇപ്പോൾ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ മോനെ ഇവിടെ വീട്ടിലാക്കിയിട്ട് ആണ് എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഞാൻ ഷൂട്ടിന് പോവാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാറിൽ വേഗം എത്താനാണ് നോക്കാറ്. മിക്കവാറും അതുകൊണ്ട് തന്നെ കാറിൽ തന്നെയാണ് യാത്ര മൊത്തം. നമ്മുടെ ഈ സ്വിഫ്റ്റിലാണ് എൻ്റെ ഷൂട്ടിംഗ് യാത്രകളെല്ലാം ഉണ്ടാവാറ്. പിന്നെ ഞാൻ ട്രിപ്സ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പൊക്കെ കിട്ടുമ്പോഴത്തേനും ഹസ്ബൻഡും മോനുമായിട്ട് തന്നെയാണ് യാത്ര. ഞങ്ങൾ ദൂരെയൊക്കെ പോകുമ്പോഴത്തേക്കും പുള്ളിയാണ് വണ്ടി ഓടിക്കുന്നത്. എനിക്കിങ്ങനെ സുഖമായിട്ടിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടുപോകാനാണ് ഇഷ്ടം. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ട്രാഫിക് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നാറില്ലേ? പക്ഷേ എനിക്ക് ട്രാഫിക് ഇഷ്ടമാണ്. എറണാകുളത്തൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും കുറേ ബ്ലോക്ക് ഉണ്ട് എന്ന് വെച്ചാൽ എനിക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ, നമുക്ക് ഇച്ചിരി തിരക്കായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പം അയ്യോ വേഗം എത്തണം എന്നുള്ളൊരു ഇതായിരിക്കും. പക്ഷേ എനിക്ക് ട്രാഫിക്കിലൂടെ പോകാനാണ് ഇഷ്ടം. അപ്പം നമുക്ക് കാഴ്ചകളൊക്കെ കാണാം, എന്തൊക്കെയാണ് പുതിയ ബിൽഡിങ്സൊക്കെ ആണെങ്കിലും എല്ലാം ഞാനിങ്ങനെ കണ്ട് നോക്കി പോകാനായിട്ടാണ് എനിക്കിഷ്ടം.